ബൊളീവിയയുടെ തലസ്ഥാനമായ ലാപാസിന് സമീപം വെള്ളിയാഴ്ച പണവുമായി പോയ ചരക്ക് വിമാനം തകർന്ന് 15 മരണം. ബൊളീവിയൻ വ്യോമസേനയുടെ C-130 ഹെർക്കുലീസ് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബൊളീവിയയിലെ സെൻട്രൽ ബാങ്കിൽ നിന്നും പുതുതായി അച്ചടിച്ച നോട്ടുകൾ മറ്റ് നഗരങ്ങളിലേക്ക് പുതുതായി കൊണ്ടുപോകുകയായിരുന്നു ഈ വിമാനമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ലാപാസിലെ എൽ ഓൾട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള തിരക്കേറിയ ഹൈവേയിലാണ് വിമാനം തകർന്നു വീണത്. റൺവേയിൽ നിന്ന് പറന്നുയരുന്നതിനിടെ തെന്നിമാറിയ വിമാനത്തിന് ബാലൻസ് നഷ്ടമാവുകയായിരുന്നു. വിമാനം നിലം പതിച്ചതിനെ തുടർന്ന് ഹൈവേയിലുണ്ടായിരുന്ന 12ഓളം വാഹനങ്ങൾ തകരുകയും തീപിടിക്കുകയും ചെയ്തു. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച 15 പേരിൽ വിമാനത്തിലെ യാത്രക്കാർക്ക് പുറമെ ഹൈവേയിലുണ്ടായിരുന്ന ജനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചു. വിമാനത്താവളത്തിലെ മെക്കാനിക്കൽ തകരാർ, റൺവേയിലെ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ അപകട കാരണമായേക്കാവുന്ന സാധ്യമായ എല്ലാ ഘടകങ്ങളുടെയും പരിശോധന നടത്തുമെന്നും വിമാനം തകരാനുള്ള യഥാർത്ഥ കാരണം അതിനുശേഷമേ വ്യക്തമാകൂ എന്നും അധികൃതർ അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചരക്ക് വിമാനം തകർന്ന് 15 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ബൊളീവിയൻ വ്യോമസേനയുടെ C-130 ഹെർക്കുലീസ് എന്ന വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബൊളീവിയയുടെ തലസ്ഥാനമായ ലാപാസിന് സമീപം വെള്ളിയാഴ്ചയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പണവുമായി പോയ ചരക്ക് വിമാനമാണ് തകർന്നിരിക്കുന്നത്. 15 മരണമാണ് ഈ ഒരു വിമാന അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. C-130 ഹെർക്കുലീസ് എന്ന വിമാനമാണ് ഈ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബൊളീവിയയിലെ സെൻട്രൽ ബാങ്കിൽ നിന്നും പുതുതായി അച്ചടിച്ച നോട്ടുകൾ മറ്റ് നഗരങ്ങളിലേക്ക് പുതുതായി കൊണ്ടുപോവുകയായിരുന്നു ഈ ഒരു വിമാനം. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ലാപാസിലെ എൽ ഓൾട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള തിരക്കേറിയ ഒരു ഹൈവേയിലാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ട് തകർന്നു വീണതെന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം റെയിൽവേയിൽ നിന്നും പറന്നുയരുന്നതിനിടെ ഈ ഒരു വിമാനം തെന്നിമാറുകയായിരുന്നു. ബാലൻസ് നഷ്ടമായി തെന്നിമാറിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായെന്നാണ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. വിമാനം നിലം പതിച്ചതിനെ തുടർന്ന് ഹൈവേയിലുണ്ടായ 12ഓളം വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. ഈ തകരുകയും തീ പിടിക്കുകയും ചെയ്തു. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച 15 പേരിൽ വിമാനത്തിലെ യാത്രക്കാർക്ക് പുറമെ ഹൈവേയിലുണ്ടായിരുന്ന ജനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.